നരേന്ദ്ര ഭരണത്തിന്റെ തണലിൽ ഭാരതത്തിന്റെ സുവർണ്ണ കാലഘട്ടത്തിന് ഇനിയും തുടർച്ചയാണ്. അത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തെ സംബന്ധിച്ചും ഇരട്ടി മധുരമുണ്ട്. ഇരട്ടി മധുരത്തിൻ്റെ ഒരു ദിനം കൂടിയാണെന്ന് സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇനി കേന്ദ്രമന്ത്രിമാരാണ്. സന്തോഷം പങ്കുവയ്ക്കാൻ നമുക്കൊരു അതിഥിയുണ്ട്, കുടുംബാംഗമാണ്. നമ്മോടുകൂടി സുരേഷ് ഗോപിയുടെ സഹോദരൻ സനൽ ഗോപി ചേരുന്നുണ്ട്. ശ്രീ സനൽ ഗോപി, നമസ്തേ. 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 വലിയ സന്തോഷമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾക്കെല്ലാം കുടുംബാംഗം പോലെ തന്നെയാണ് അദ്ദേഹം, സുരേഷ് ഗോപി. നാട്ടിലെ സന്തോഷം ഞങ്ങൾ നേരിട്ടറിയുന്നുണ്ട്, സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയുന്നുണ്ട്, നേരിട്ടുള്ള ആളുകളുടെ പ്രതികരണങ്ങളുണ്ട്. കുടുംബത്തിന്റെ സന്തോഷം താങ്കൾ എങ്ങനെ പങ്കുവയ്ക്കുന്നു ജനം ടി വിയോട്? നമസ്തേ. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു അഭിമാന നിമിഷമാണ്. ഇളയ സഹോദരൻ എന്നുള്ള നിലയ്ക്കും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയ്ക്കും ഒരു 30 വർഷമായിട്ട് പ്രവാസി എന്നുള്ള നിലയ്ക്കും മോദി 3.0 വളരെ ഗംഭീരമായിട്ട് ഇന്ന് എല്ലാവരും സത്യപ്രതിജ്ഞ ചെയ്തു. ഒരു പ്രത്യേക അഭിനന്ദനം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിക്കും മറ്റ് മന്ത്രിമാർക്കും, പ്രത്യേകിച്ച് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ശ്രീ സുരേഷ് ഗോപിക്കും ജോർജ് കുര്യൻ സാറിനും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ശ്രീ സനൽ ഗോപി, നിഷ്കാമ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ ഒരു അംഗീകാരമാണ് ഈ പറഞ്ഞ എല്ലാവർക്കും. പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ കാര്യം എടുത്തു പറയാൻ എനിക്ക് തോന്നുന്നു, ആലപ്പുഴക്കാർക്കും കൊല്ലംകാർക്കും, വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ കൊല്ലംകാരിയാണ്, കൊല്ലംകാർക്കും തിരുവനന്തപുരത്തുകാർക്കും ഇപ്പോൾ തൃശ്ശൂരുകാരുടെ അഭിമാനമായി മാറിയ ആ ഒരു സാഹചര്യം. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ ജയിച്ചതിന് ശേഷം നടത്തിയ പ്രതികരണങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു, സിനിമ എൻ്റെ പാഷനാണ്, സിനിമ വിട്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിലും സിനിമയെ അതിനോടൊപ്പം കൊണ്ടുപോയി എന്നുള്ളത്. സഹോദരനാണ്, വ്യക്തിപരമായി താങ്കൾക്ക് അറിയാമല്ലോ, ഞങ്ങൾക്കും അറിയാം. അങ്ങനെയാണെങ്കിൽ കൂടിയും ഈ പ്രത്യേകിച്ച് നരേന്ദ്രമോദി മന്ത്രിസഭയിൽ ഒരു മന്ത്രി എന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഉത്തരവാദിത്തങ്ങൾ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ്. കാരണം NDAയുടെ യോഗത്തിലൊക്കെ അദ്ദേഹം എല്ലാവരോടും എടുത്തു പറഞ്ഞു, ഇനിയുള്ള 10 വർഷം, 5 വർഷമൊന്നും അല്ല പറഞ്ഞത്, ഇനിയുള്ള 10 വർഷം സദ്ഭരണത്തിൻ്റെയും ഒക്കെ വർഷങ്ങളായിരിക്കും, ഞാൻ ഈ 24/7 അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കൂടെ എത്തിച്ചേർന്നവർക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും ഉത്തരവാദിത്തങ്ങളുടെ ഭാരം. സിനിമയും അദ്ദേഹത്തിന് ഒപ്പം കൊണ്ടുപോകാൻ കഴിയുന്ന ആ ഒരു സാഹചര്യം താങ്കൾ എങ്ങനെ അതിനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും നരേന്ദ്രമോദിജി ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലല്ലോ 24/7 എന്ന് പറയുന്നത്. ഞങ്ങൾ പ്രവാസികൾ ഇവിടെ, പ്രത്യേകിച്ച് അമേരിക്കയിൽ നിന്നും ഇന്ത്യൻ പൗരത്വമുള്ള അനേകം പ്രവാസികളിൽ ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്സും ഇന്ത്യയുടെ ഒരു കുതിച്ചു കയറ്റവും എല്ലാ രംഗങ്ങളിലും, അത് ഈ കഴിഞ്ഞ 10 വർഷമുണ്ടായ മാറ്റം, ആ ഒരു വ്യക്തി പ്രധാനമന്ത്രി 24/7 ചെയ്തതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ 3.0. ആ തുടർച്ചയിൽ പുതിയ കുറെ അംഗങ്ങൾ, എൻ്റെ ജ്യേഷ്ഠ സഹോദരനെ ശ്രീ സുരേഷ് ഗോപിയും ആ യാത്രയിൽ കൂടെ ചേരുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം നമ്മുടെ ജോലികളിൽ അർപ്പണബോധത്തോടുകൂടി ഇരിക്കുന്ന ഒരു രീതിയും അതിൻ്റെ പ്രവർത്തന രീതിയിൽ 24/7 ചെയ്യുന്നത് കാര്യങ്ങൾ, അതൊരു 25/7 എന്ന് പറയുന്ന ആ വേർഡ്, അതിൽ നിന്നും എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ വ്യോമയാന രംഗത്ത് ഒരു എയർലൈൻ പൈലറ്റാണ്. അപ്പം തീർച്ചയായിട്ടും ഒരു 6 മുതൽ 8 മണിക്കൂർ ഉറങ്ങേണ്ട ഒരു സമയമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു 16/7 into 365 days എന്ന് പറയാം. തീർച്ചയായിട്ടും എല്ലാവർക്കും അവരവരുടെ തൊഴിൽ രംഗത്ത് തീർച്ചയായിട്ടും ഉത്തരവാദിത്വമുണ്ട്. ഉത്തരവാദിത്വ ബോധത്തോടു കൂടി മുമ്പോട്ട് പോകാൻ ജഗദീശൻ ഇവരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ, സുരേഷിന്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഈ സഹപ്രവർത്തകരുടെയൊക്കെ ഒരുപാട് അഭിനന്ദനം അല്ലെങ്കിൽ അങ്ങനെ ഓർത്തെടുക്കലുകളൊക്കെ വരുന്നുണ്ട്. ഈ ഇലക്ഷൻ്റെ സമയത്ത്, ആ ഒരു പോരാട്ടത്തിൻ്റെ സമയത്തേക്ക് ശ്രീ G. വേണുഗോപാലിൻ്റെയാണ് വളരെ നമുക്ക് ഉള്ളിൽ തൊടുന്നൊരു കുറിപ്പാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതിയിരുന്നത്, MP ആയാലും ഇല്ലെങ്കിലും മന്ത്രി ആയാലും ഇല്ലെങ്കിലും
വിജയത്തിന് ആ റിസൾട്ട് വരുന്നതിനൊക്കെ മുൻപ് എഴുതിയ കുറിപ്പാണെന്നാണ് എൻ്റെ ഒരു ഊഹം. സുരേഷ് നല്ലത് മാത്രമേ ആഗ്രഹിക്കൂ എതിരാളികൾക്കും എന്നുള്ളത്. കേരളത്തിന് വേണ്ടി നല്ലത് ചെയ്യാനാകട്ടെ എന്നുള്ളതാണ് അവരെല്ലാവരും ആഗ്രഹിക്കുന്നതും. അത് പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ പറയാം. പ്രത്യേകിച്ച് അത് തൃശ്ശൂരിൻ്റെ കാര്യം പറഞ്ഞത് അറിയാമല്ലോ, താങ്കൾക്കും അറിയാമല്ലോ. തൃശ്ശൂരിനെ ഞാൻ നെറ്റിപ്പട്ടം കെട്ടി ഞാൻ കൊണ്ടു നടക്കും എന്നുള്ളതാണ് പറഞ്ഞത്. തൃശ്ശൂരുകാരും അതേ സ്നേഹം തന്നെ തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞല്ലോ, നിഷ്കാമ പ്രവർത്തനം അതായിരുന്നല്ലോ കഴിഞ്ഞ 5 വർഷവും നടത്തിക്കൊണ്ടിരുന്നതും. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ജി വേണുഗോപാൽ ഏട്ടന്റെ FB പോസ്റ്റ് ഞാനും വായിച്ചിരുന്നു. അതെ. അപ്പോൾ ഒരു അനുജൻ എന്നുള്ള നിലയ്ക്കും വേണുചേട്ടനെ എനിക്കും ഒരു 10-25 വർഷമായിട്ട് അറിയാം. അദ്ദേഹം ഇവിടെ അമേരിക്കയിലെ പല പ്രോഗ്രാമിന് വരുമ്പോഴും ഞാൻ മുൻകൈ എടുത്ത് നടത്തിയ ചില പ്രോഗ്രാമുകളിൽ 2014 വേണുചേട്ടനെയും സുരേഷ് ഏട്ടനെയും ഇവിടെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഒരു ഫംഗ്ഷന് വേണ്ടി വിളിച്ചു കൊണ്ടുവരികയും എൻ്റെ വീട്ടില് രണ്ടുപേരും കുറച്ചു ദിവസം താമസിക്കുകയൊക്കെ ചെയ്തു. അപ്പം ജി വേണുഗോപാൽ ഏട്ടൻ ഞങ്ങളുടെ ഒരു അംഗം കൂടിയാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ FB പോസ്റ്റിൽ പറഞ്ഞ ഓരോ വാക്കും അതിനകത്ത് ഒരു തെറ്റും കാണാൻ വഴിയില്ല. ഞാനത് വായിച്ചു. അത് ഞാൻ പിന്നെ രണ്ടാമതും കൂടെ ഒന്ന് വായിക്കേണ്ടി വന്നു. എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റോ പിശകോ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഫോൺ ചെയ്ത് പറയണം. അതിന് ഒരു ഫോൺ കോളിന്റെ ആവശ്യം വന്നില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്കെല്ലാവർക്കും, തൃശ്ശൂരുകാർക്കും കേരളത്തിലുള്ള ആളുകൾക്കും പ്രവാസി മലയാളികളായ ഞങ്ങളെ കണക്കുള്ളവർക്കും തീർച്ചയായിട്ടും ഇന്ന് ശ്രീ നരേന്ദ്രമോദി വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അത് കഴിഞ്ഞിട്ടുള്ള 72 പേര്, ബാക്കി 71 പേരാണെന്ന് തോന്നുന്നു, കറക്റ്റ് നമ്പർ ഞാൻ ഫോളോ ചെയ്തില്ല. അപ്പം ഇത് വളരെ പ്രൗഡ് മൂവ്മെന്റ് ഫോർ ഇന്ത്യ ആൻഡ് ഫോർ കേരള. ഒരു കാര്യം കൂടി, നേരത്തെ സിനിമയിലൂടെ പിന്നെ ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം എത്രത്തോളം വലിയ മനുഷ്യസ്നേഹിയാണ്. പക്ഷേ പുറം ലോകം അറിയാത്ത എത്രയോ കാര്യങ്ങൾ പുറം ലോകം അറിയുന്നത് ഈ അടുത്തിടയ്ക്കാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കൂടി ഇറങ്ങിയതിന് ശേഷം അത്തരത്തിൽ ജനക്ഷേമ പ്രവർത്തനങ്ങളിലൂടെ ഇപ്പോൾ രാഷ്ട്രീയത്തിലൂടെ ജനഹൃദയങ്ങളിലേക്ക് നടന്നു കയറി. ഇപ്പോൾ അറിയാമല്ലോ, ഈ അദ്ദേഹം ജയിച്ചതിന് ശേഷം ഒരുപക്ഷെ ഞാൻ ഉൾപ്പെടെയുള്ളവരുടെ സ്റ്റാറ്റസ് ചില പാട്ടുകൾ, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചില ഡയലോഗുകളൊക്കെയാണ്. ഒരു സിനിമാ താരമായിരുന്നപ്പോഴും അല്ലെങ്കിൽ സിനിമാ താരമാകുമ്പോഴും എപ്പോഴും ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങൾ, അത് ശ്രീ രഞ്ജി പണിക്കരുടെയൊക്കെ മാസ് ഡയലോഗുകളിലൂടെ ആണെങ്കിലും അദ്ദേഹം എപ്പോഴും തിന്മയ്ക്കെതിരെ പോരാടുന്ന നായക സങ്കല്പം പൊതുവെ അങ്ങനെയാണെങ്കിൽ കൂടിയും പക്ഷേ ഇനി അത് ഒന്നുകൂടി ഉറപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടായിരിക്കില്ല ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ നേരത്തെ തന്നെ തുടങ്ങിയതും. അദ്ദേഹത്തിലെ മനുഷ്യസ്നേഹി തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് ചെയ്യിച്ചത്. പക്ഷേ ഇതിപ്പോൾ ഒരു വലിയൊരു പിൻബലം കൂടി ലഭിക്കുകയാണ് അല്ലേ? അതൊരു വിധിയുടെ അങ്ങനെ ഒരു കൊണ്ടുചെന്നെത്തിക്കലാണ്. അങ്ങനെ നമുക്ക് ഒരു പക്ഷേ ഈ ഒരു നിമിഷത്തിൽ പറയേണ്ടി വരുമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം സിനിമാ ജീവിതത്തിലൂടെ യാത്ര ചെയ്തു. കുടുംബത്തില് അനേകം കാര്യങ്ങൾ കുടുംബത്തിന് വേണ്ടിയിട്ടും കുടുംബത്തിന്റെ പുറത്തും ഈ ചാരിറ്റി എന്ന് പറഞ്ഞ ഒരു രീതിക്ക് ചേട്ടൻ ഇറങ്ങിത്തിരിക്കുന്നത് അത് ലക്ഷ്മി മോളുടെ ഒരു ചാരിറ്റി ഫൗണ്ടേഷനിലൂടെയാണ്. അങ്ങനെ മോള് മരിച്ചതിന് ശേഷമാണ് ചേട്ടൻ അങ്ങനെ ഒരു ഡീവിയേഷൻ എടുത്തു. സിനിമയും ചാരിറ്റി എല്ലാം സൈഡിൽ കൂടെ കൊണ്ടുപോയി. വളരെ ക്ലോസ് നെറ്റ് ആയിട്ടുള്ള കുടുംബക്കാരും കുറച്ചടുത്ത് പരിചയമുള്ള സിനിമാ ബന്ധമുള്ള വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ചേട്ടന്റെ പ്രവർത്തനങ്ങൾ അറിയാമായിരുന്നു. അത് കഴിഞ്ഞ് ഈ രാഷ്ട്രീയ രംഗത്തോട്ടൊക്കെ വന്ന ആ BJP സർക്കാരുമായിട്ട് അടുത്ത ആ കാലഘട്ടത്തില് 2013-14 കാലഘട്ടത്തിലാണ് ജനങ്ങൾ കുറച്ചറിയാൻ വന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായി ഏഷ്യാനെറ്റിന്റെ മറ്റേ പ്രോഗ്രാമിലൂടെയൊക്കെ അനേകം കുടുംബക്കാരെ സഹായിക്കുന്നത് കണ്ടപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നത് ഏഷ്യാനെറ്റിന്റെ കാശാണോ സ്വന്തമായിട്ട്. അപ്പം അദ്ദേഹത്തിന്റെ റെമ്യൂണറേഷന്റെ ഒരു ഭാഗമാണ് അദ്ദേഹം കോടീശ്വരൻ ഷോയിൽ നിന്ന് കൊടുത്തത്. ഇപ്പോഴും തെറ്റിദ്ധാരണയുണ്ട് ആ കാശ് വേറെ ഏതോ സോഴ്സിൽ നിന്ന് വന്നതാണെന്ന്. അപ്പം ജനങ്ങൾക്ക് ഫുള്ളായിട്ട് സുരേഷ് ഗോപിയെ അറിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇനിയും കൂടുതൽ അറിയാൻ പോകുന്നതേ ഉള്ളൂ എന്ന് എനിക്ക് കൂട്ടിച്ചേർക്കാൻ ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ പിൻബലം കൂടിയുണ്ടല്ലോ ഇനി അങ്ങോട്ട്. അത് എന്തായാലും നിസ്വാർത്ഥ സേവനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് എന്ന് തന്നെ നമുക്ക് ഹൃദയത്തിൽ തൊട്ട് പറയേണ്ടി വരും. അത് വെറും വാക്കുകളല്ല, അത് ഉള്ളിൽ നിന്ന് വരുന്നതാണ്.
അദ്ദേഹത്തെ അടുത്തറിയാവുന്ന അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തികളെന്നുള്ളതിൽ നമുക്കുള്ളിൽ നിന്ന് തന്നെ വരുന്ന വാക്കുകളാണ്. ഒപ്പം തന്നെ ശ്രീ സനൽഗോപി എങ്ങനെയാണ് നാട്ടിലേക്ക് വരാൻ അങ്ങനെ ഒരു കാരണം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഒരു സന്തോഷ നിമിഷങ്ങൾ എന്തായാലും വേണമല്ലോ, കൂടിച്ചേരൽ എന്തായാലും വേണമല്ലോ, അങ്ങനെ എത്താനുള്ള പ്ലാൻ എന്തെങ്കിലും ഉണ്ടോ അടുപ്പിച്ച് തന്നെ? വരാനായിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരുന്നത്. അപ്പൊ കുറച്ച് എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ എനിക്കൊരു 1.5 ദിവസം മുമ്പേ അവിടെ എത്തണം. കാര്യം നിങ്ങളെ ക്ലോക്ക് 12 മണിക്കൂർ മുമ്പോട്ടാണ്. അപ്പം എനിക്കിപ്പോ ഇവിടെ പകല് ഉച്ചയാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അവിടെ രാത്രിയാവുന്നു. അപ്പൊ യാത്ര ചെയ്യുമ്പോൾ ഞായറാഴ്ച ഉച്ചക്കെങ്കിലും അവിടെ എത്തണമെങ്കിൽ ഇവിടുന്ന് വെള്ളിയാഴ്ച രാത്രി പുറപ്പെടണമായിരുന്നു. വരാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ പാസിന്റെ കാര്യവും രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് ഒരു അൺസർട്ടനിറ്റി ഉള്ളത് കാരണം ഞാനൊന്ന് ബാക്ക് അടിച്ചു. പക്ഷെ ഞങ്ങള് പ്രവാസികള് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞങ്ങൾ ഇവിടെ ഒരു ആഘോഷമാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അത് ഉടൻ തന്നെ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. അതിനൊരു സന്ദർഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതെ അതെ, കേന്ദ്രമന്ത്രിയാണ്. ഒരുപക്ഷെ ഇനി താങ്കൾ പറഞ്ഞ പോലെയാണ് ഒരുപാട് ചിട്ടവട്ടങ്ങളൊക്കെ ആണ്. എങ്കിലും അധികാരത്തോടെ തന്നെ ചോദിക്കാമല്ലോ അല്ലെ, ഇങ്ങ് പോരെ എന്നൊക്കെ പറയാമല്ലോ അല്ലെ? അല്ല, ഇതിനു മുമ്പ് അദ്ദേഹം രാജ്യസഭാ മെമ്പറായിട്ട് ഇരിക്കുമ്പോൾ ഉള്ള യാത്രയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഗവൺമെന്റ് 2014 വന്നതിന് ശേഷം ഓരോ മന്ത്രിമാരായാലും രാജ്യസഭാ മെമ്പേഴ്സ് ആയാലും യാത്ര ചെയ്യുമ്പോൾ പ്രയർ പെർമിഷനൊക്കെ എടുത്ത് എന്റെ വീട്ടിലും ഒരു 5-6 തവണ വന്നിട്ടുണ്ട്. 2016-നും 2022-നും ഇടയ്ക്ക്. അതെല്ലാം പെർമിഷനോടെ വരികയും ഇവിടുത്തെ എംബസി അറിയിക്കുകയും, ഞാൻ വാഷിംഗ്ടൺ DC-ക്ക് അടുത്താണ്, ബാൾട്ടിമോർ എന്ന് പറഞ്ഞ സ്ഥലം. അപ്പൊ തീർച്ചയായിട്ടും അതാത് എംബസികളെ അറിയിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുള്ള. പ്രോട്ടോകോളൊക്കെ എനിക്കും കുറച്ചൊക്കെ അറിയാം. അപ്പം ആ പ്രോട്ടോകോളിൽ തന്നെ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം വരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു വലിയ സ്വീകരണം കൊടുക്കുന്നതായിരിക്കും. ശരി, എന്തായാലും വളരെയധികം നന്ദി. ഈ ഒരു സന്തോഷ മുഹൂർത്തത്തിൽ, കുടുംബത്തിന്റെ സന്തോഷത്തിൽ ഈ ജനം TV യോടൊപ്പം കുറച്ചു നേരം താങ്കളുടെ ആ സന്തോഷം പങ്കുവച്ചതിന് വളരെ